അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമര വിജയത്തിന് പിന്നാലെ പുതിയ സോഷ്യൽ മീഡിയ മൂവ്മെന്റ്. E20 ജനതാ പാർട്ടി എന്ന പേരിലാണ് പുതിയ അക്കൌണ്ട്. E20 ജനതാ പാർട്ടി 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൌരന്റെയും അവകാശത്തിനായി പോരാടുന്നു എന്നും ഉപഭോക്താക്കൾ അവരുടെ ഇന്ധന ടാങ്കുകളിലേക്ക് എന്ത് പോകണമെന്ന് തീരുമാനിക്കട്ടെ എന്നാണ് എക്സ് അക്കൌണ്ടിന്റെ ബയോയിൽ പറയുന്നത്. ശുദ്ധമായ പെട്രോളും ലഭ്യമാക്കണമെന്ന് ഇവർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അടുത്തത് എഥനോൾ ഗഡ്കരി എന്ന പോസ്റ്റും EJP സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ദില്ലിയിലെ CJP സമരത്തെ നേരിട്ടതിൽ ഗുരുതര വീഴ്ചയെന്ന് RAF വിലയിരുത്തൽ. വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് പെല്ലറ്റ് ഗണ്ണോ ഇലക്ട്രിക് ഷോക്കോ പ്രയോഗിക്കേണ്ട സാഹചര്യം CJPയുടെ പാർലമെന്റ് മാർച്ചിൽ ഇല്ലായിരുന്നുവെന്നാണ് സേനയുടെ ആഭ്യന്തര അവലോകനത്തിലെ കണ്ടെത്തൽ. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. വിദ്യാഭ്യാസ രംഗത്ത് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കേന്ദ്രം. ഇൻഫോസിസ് സഹസ്ഥാപകനായ നന്ദൻ നിലേകനിയുടെ അധ്യക്ഷതയിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി പ്രധാനമന്ത്രി ഇൻസ്റ്റഗ്രാം വഴിയാണ് വിശദമാക്കിയത്. പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിന് കർശന വ്യവസ്ഥകളടങ്ങിയ പുതിയ നിയമനിർമ്മാണങ്ങളിലേക്ക് പാർലമെന്റ് കടക്കുകയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ റോഡുകൾ ഉറപ്പാക്കുന്നതിനായി 450 കോടി രൂപയുടെ സമഗ്ര വികസന പാക്കേജ് തയ്യാറാക്കുകയാണെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ തീർത്ഥാടന സീസണിന് വളരെ മുൻപേ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിവരിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി ഇനി ഓൺലൈൻ ബുക്കിംഗ്. സൌകര്യപ്രദമായ സ്ലോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ സേവനം വരുന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദർശനത്തിന് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്താൻ ഭരണസമിതി തീരുമാനിച്ചത്. ഓഗസ്റ്റ് 4 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാനുമായി ആരോഗ്യവകുപ്പ്. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് സ്റ്റാഫുകളുടെ കുറവും കെട്ടിടത്തിലെ ശോച്യാവസ്ഥ അടക്കം പരിഹരിക്കാനുള്ള സർക്കാർ നടപടി. ആരോഗ്യമന്ത്രി K മുരളീധരൻ വ്യാഴാഴ്ച മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് സംബന്ധിച്ച് മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ തീരുമാനം തിരുത്തി പുതിയ സർക്കുലർ. പ്രതിദിന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 40-ൽ നിന്ന് 50 ഉയർത്തി. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വൈകുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാറ്റം. അടുത്ത 3 മാസത്തേക്ക് ആഴ്ചയിൽ 5 പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും. തനിക്ക് പത്മഭൂഷൺ കിട്ടിയതിൽ സംശയമുള്ളവർ ഉണ്ടെന്നും ഇക്കാര്യത്തിൽ കേസ് കൊടുത്തവർ വരെയുണ്ടെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്ന കത്താണ് അവർക്കുള്ള മറുപടി. എന്തിനാണ് പത്മഭൂഷൺ കിട്ടിയതെന്ന് ആ കത്തിലുണ്ട്. പുരസ്കാരം തന്റെ സമുദായത്തിന് സമർപ്പിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കായിക താരങ്ങൾക്ക് കൊടുക്കാതെ സാധനങ്ങളും ഉപകരണങ്ങളും പൂഴ്ത്തിവച്ചതിന് പിന്നാലെ സ്പോർട്സ് കൌൺസിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ മുഴുവൻ പർച്ചേസും പരിശോധിക്കാൻ നടപടി. സ്പോർട്സ് കൌൺസിൽ അടിസ്ഥാന വിവരങ്ങളോ രേഖകളോ പോലും സൂക്ഷിക്കുന്നില്ല എന്നാണ് കണ്ടെത്തൽ. കായിക താരങ്ങളായ കുട്ടികൾക്ക് കൊടുക്കാതെ ഗോഡൌണിലിരിക്കുന്ന 100 കണക്കിന് സാധനങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കായിക ഉപകരണങ്ങളും വസ്ത്രങ്ങളും ധൃതിപ്പെട്ട് വിതരണം ചെയ്ത് സ്പോർട്സ് കൌൺസിൽ. 3 വർഷം വരെയായി ഉപകരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം കിട്ടിയിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നെഹ്റു ട്രോഫി ജലമേളയുടെ പവലിയനായി ഓസ്കാർ ഇവന്റ്സിന് നൽകിയ നിർമ്മാണ കരാർ വിവാദത്തെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് റദ്ദാക്കി. ഇതോടെ സ്റ്റേജ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾക്ക് പുതിയ ടെൻഡർ ക്ഷണിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായ പരിപാടി സംഘടിപ്പിച്ച ഓസ്കാർ ഇവന്റ്സിന് ടെൻഡർ നൽകിയത് വിവാദമായിരുന്നു. മിൽമ തിരുവനന്തപുരം യൂണിയനെതിരെ അഴിമതി ആരോപണം. യൂണിയന് 85 ലക്ഷത്തിലധികം രൂപ സാമ്പത്തിക നഷ്ടം വന്നതായും യൂണിയൻ ഭരണസമിതിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഭരണസമിതി ക്ഷീരവകുപ്പ് കഴിഞ്ഞ ദിവസം പിരിച്ചുവിട്ടിരുന്നു.
വരട്ടെ. പുളിമൂട്ടിൽ സിൽക്സ്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൂടുതൽ തെളിവുകൾ. ഇൻവോയ്സ് നൽകുന്നതിന് മുന്നേ വീണയ്ക്ക് പണം കിട്ടിയെന്നും 45 ലക്ഷം രൂപ വീണയ്ക്ക് കിട്ടിയത് മുൻകൂറായാണെന്നും 2017 ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് പണം ലഭിച്ചതെന്നും ED പറയുന്നു. പാലക്കാട് 24-കാരനെ യുവാവ് കുത്തിക്കൊന്നു. കൊഴിഞ്ഞാമ്പാറ ഒഴലപ്പതിയിലാണ് സംഭവം. കെരാമ്പാറ സ്വദേശിയായ ഷെഫീഖാണ് കൊല്ലപ്പെട്ടത്. കാളവണ്ടിയുമായി പോകുന്നതിനിടെ വഴി നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് അപകടം. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട ബസ് ഡിവൈഡറിലിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. ഫീസ് ഈടാക്കിയിട്ടും അച്ചടിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്ന മോട്ടോർ വാഹന വകുപ്പിന് ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ കനത്ത പ്രഹരം. പരാതിക്കാരന് 10,000 രൂപ നഷ്ടപരിഹാരവും കോടതി ചെലവുമടക്കം തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടു. പാലക്കാട്ടെ 9 സിവിൽ പോലീസ് ഓഫീസർമാരുടെ സ്ഥലമാറ്റത്തിന് സ്റ്റേ. സംസ്ഥാന അഡ്മിനിസ്ട്രേഷൻ ട്രൈബ്യൂണലാണ് സ്റ്റേ ചെയ്തത്. ഓപ്ഷൻ നൽകിയ പോലീസ് സ്റ്റേഷനുകൾ അനുവദിക്കാതെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയതിനെ ചോദ്യം ചെയ്ത് CPOമാർ രംഗത്തെത്തിയിരുന്നു. MDMA കേസിൽ പിടിയിലായ അധ്യാപികമാർക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. റിമാൻഡിലായ മരുതോങ്കര സ്വദേശി കീർത്തനയെ പിരിച്ചുവിട്ടു. കൂരാച്ചുണ്ട് സ്വദേശി കാവ്യക്കെതിരായ നടപടി നാളെയുണ്ടാകും. ഓപ്പറേഷൻ തൂഫാനിലാണ് അധ്യാപികമാരെ ഇടനിലക്കാരാക്കിയുള്ള ലഹരി സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരം പോലീസിന് ലഭിച്ചത്. തിരുവനന്തപുരം വഞ്ചിയൂർ പാൽക്കുളങ്ങരയിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. വിശാഖാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ പ്രദീപാണ് ആക്രമണം നടത്തിയത്. ഇരുവരും തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതിൽ പ്രതിഷേധവുമായി ടാക്സി ഡ്രൈവർമാർ തോർത്തു മാത്രം ധരിച്ചാണ് ഹോട്ടൽ ലോബിയിൽ പ്രതിഷേധിച്ചത്. ഹോട്ടലുകളിൽ ഡ്രൈവർമാർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള സൌകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവർമാർ വേറിട്ട രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് പ്രഹ്ലാദ് ജോഷി. വളരെ വലിയൊരു വകുപ്പാണ് തനിക്ക് നൽകിയിരിക്കുന്നതെന്നും ഏറെ പഠിക്കാനുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വിശദമായി ചർച്ച ചെയ്തു വരികയാണെന്നും പുതിയ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. വിക്ഷിത് വൈബ്രാന്റ് വില്ലേജ് പരിപാടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി യുവ വോളണ്ടിയർമാരുമായി സംവദിച്ചു. ഒരു കാലത്ത് അവഗണിക്കപ്പെട്ടിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ മുന്നേറ്റം നേരിൽ കാണാനും ഗ്രാമീണ ഇന്ത്യയെ അടുത്തറിയാനും യുവാക്കൾ മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തു. അസം മന്ത്രിയുടെ മകൾ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ മന്ത്രിയെ അധിക്ഷേപിക്കുകയോ വേട്ടയാടുകയോ ചെയ്യരുതെന്ന് വ്യക്തമാക്കി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. കേശവ് മഹന്തയെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്യരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. അരനൂറ്റാണ്ട് നീണ്ട തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സിദ്ധരാമയ്യ. രാഷ്ട്രീയം അടിമുടി അഴിമതിയായെന്ന് വിമർശിച്ചാണ് വിരമിക്കൽ പ്രഖ്യാപനം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ അതൃപ്തനായിരുന്ന സിദ്ധരാമയ്യ വിടവാങ്ങലിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തെ രൂക്ഷമായി വിമർശിച്ചതും ശ്രദ്ധേയമായി. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ വാതിൽ തുറന്നിട്ട് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഒവൈസി. BJP വീണ്ടും അധികാരത്തിലേറാൻ താൽപര്യമില്ലെന്നും സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറാണെന്നും ഒവൈസി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പുനഃസംഘടിപ്പിച്ച് ഉത്തർപ്രദേശ് സർക്കാർ. മുതിർന്ന 3 IPS ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് SIT പുനഃസംഘടിപ്പിച്ചത്. സമര പോരാട്ടങ്ങൾ വിജയിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകൾക്ക് നന്ദി പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി. പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ SFIക്കും AISFനും പേരെടുത്ത് പരാമർശിച്ച് CJP നന്ദി പറഞ്ഞു. CJP സമരവിജയത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസിന് വേണ്ടെന്ന് KC വേണുഗോപാൽ. യുവജനങ്ങളുടെ വിജയം എന്ന നിലയിലാണ് കോൺഗ്രസ് സമരവിജയത്തെ കാണുന്നതെന്നും സമരത്തിൽ പരസ്യമായി രംഗത്ത് വരേണ്ടതില്ല എന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ തന്ത്രമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾക്ക് പിന്നിൽ നിയമസഹായം ഉൾപ്പെടെ എല്ലാ പിന്തുണയും കോൺഗ്രസ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന് പിന്തുണ പ്രഖ്യാപിക്കാനായി അദ്ദേഹത്തെ സന്ദർശിച്ച് മുതിർന്ന ബിജെപി നേതാക്കൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ എന്നിവർക്ക് പുറമെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയ മറ്റു പ്രമുഖ നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിച്ചു. അസമിൽ മഴക്കെടുതിയിൽ മരണം 62ആയി. സംസ്ഥാനത്തെ 9 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരെ കനത്ത മഴയും പ്രളയവും ബാധിച്ചു. 24 മണിക്കൂറിനിടെ 14 പേർക്ക് ജീവൻ നഷ്ടമായതായി അസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. രാജ്യസുരക്ഷയ്ക്കാണ് മോദി സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കിയ ചടങ്ങിൽ കാർഗിൽ ദിനത്തിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രംഗത്തെത്തി. ഇടക്കാല വെടിനിർത്തൽ കരാർ ലംഘിച്ച് 2 ആഴ്ചയായി നടത്തിവന്നിരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾ യുഎസും ഇറാനും അവസാനിപ്പിച്ചു. യുഎസ് ആക്രമണം നിർത്തിയ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നടപടി തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇറാന്റെ സേനാ വക്താവ് മുഹമ്മദ് അക്രമീനിയ അറിയിച്ചു. സൌദി അറേബ്യയും അമേരിക്കയും സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗങ്ങൾക്കായി ഒരു തന്ത്രപരമായ കരാറിൽ ഒപ്പുവച്ചു. സാങ്കേതികവിദ്യ, അറിവ്, ആണവ സുരക്ഷ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയും സൌദിയുടെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ സഹായിക്കുകയും ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4ആയി. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ഝണ്ടു കുമാർ കഴിഞ്ഞ ദിവസം വെങ്കലം നേടിയതിന് പിന്നാലെ പുരുഷന്മാരുടെ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ചനംബാം ഋഷികാന്ത സിംഗ് ഇന്നലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി നേടി. വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗം ഭാരോദ്വഹനത്തിൽ ഗെയിംസ് റെക്കോർഡോടെ മീരാബായ് ചാനു സ്വർണം നേടിയതാണ് ഇന്നലത്തെ തിളക്കമാർന്ന നേട്ടം. മീരയുടെ തുടർച്ചയായ 3ാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണമാണ് ഇത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജ മുത്തുപാണ്ഡെ വെള്ളി മെഡൽ സ്വന്തമാക്കിയതോടെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം 4ആയത്. സിംബാബ്വെയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ചതോടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ICC T20 റാങ്കിങ്ങിൽ 1ാം സ്ഥാനം തിരിച്ചുപിടിച്ചു. ഇംഗ്ലണ്ടിനെതിരായ തോൽവിക്ക് ശേഷം നഷ്ടപ്പെട്ട സ്ഥാനം പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ടീം വീണ്ടെടുക്കുകയായിരുന്നു. സിംബാബ്വെയ്ക്കെതിരായ T20 പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ വിജയം. ഇന്നലെ നടന്ന 3ാമത്തെയും അവസാനത്തെയും T20യിൽ ഇന്ത്യ 35 റൺസിന് സിംബാബ്വെയെ തോൽപ്പിച്ചാണ് സമ്പൂർണ്ണ വിജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 49 പന്തിൽ 81 റൺസെടുത്ത വൈഭവ് സൂര്യവംശിയുടെ മികവിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെയ്ക്ക് 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.